സിനിമകളിലെ ഒരു ഇതിഹാസം ഇന്ത്യൻ സിനിമയുടെ ഒരു നാഴികക്കല്ല് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ ഒരു ഗതി മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതായിരുന്നു ബാഹുബലി എന്ന ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും അതിലെ കഥാപാത്രങ്ങളാണ്. അത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള കഥാപാത്രം, ഓരോ കഥാപാത്രത്തിലും അത്രത്തോളം ലെയറുകൾ. എന്നാൽ ഇതേ ബാഹുബലിക്കുള്ളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതിൽ ഓരോ കഥാപാത്രങ്ങളെയും നമുക്ക് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതും വളരെ ബ്യൂട്ടിഫുള്ളായി തന്നെ. ഇന്ന് നമുക്ക് മഹാഭാരതത്തിലൂടെ ബാഹുബലി ഒന്ന് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ബാഹുബലി എന്ന ഈ ഒരു സിനിമയിൽ വളരെ പ്രത്യേകതകളുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു ബ്രഹ്മാണ്ഡ സിനിമയുടെ നെടുന്തൂണുകൾ എന്ന് പറയുന്നത് ഇതിലെ ഹീറോയും വില്ലനും തന്നെയാണ്. അമരേന്ദ്ര ബാഹുബലിയും പഴുവാൾ ദേവനും. ചുമ്മാ ആ സ്ക്രീനിൽ എങ്ങനെ നിന്നാൽ മതി, അത്രത്തോളം ഓറയാണ് അവർക്ക് രണ്ടുപേർക്ക്, അല്ലേ? കാരണം ഈ രണ്ട് കഥാപാത്രങ്ങളും അത്ര കോംപ്ലക്സ് ലെയറുകളുള്ള കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങളിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു മഹാഭാരതത്തിലെ കഥാപാത്രത്തെ അല്ല. അമരേന്ദ്ര ബാഹുബലിയിൽ നമുക്ക് കംപ്ലീറ്റ് പാണ്ഡവരെയും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പഴുവാൾ ദേവനിൽ നമുക്ക് കൗരവപക്ഷത്തിലുള്ള പ്രധാന കഥാപാത്രങ്ങളെയും കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് കുറച്ചധികം നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു കഥാപാത്രങ്ങളെക്കുറിച്ച് നോക്കുന്നതിന് മുൻപ് ഈ ഒരു സിനിമയുടെ കഥാതന്തുവിനെ കുറിച്ചൊന്നും നമ്മളൊന്ന് നോക്കണം. നമ്മൾ മഹാഭാരതത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ എന്നിങ്ങനെ 3 സഹോദരന്മാരുണ്ട്. അതിൽ ധൃതരാഷ്ട്രരെയും പാണ്ഡുവിനെയും ഒന്നെടുത്ത് നോക്കുക. ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ രാജാവാകാൻ കഴിയത്തില്ല. രാജാവാകുന്നതിന് കുറച്ച് നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം അതിൽ പറയുന്നുണ്ട്. അത് മറ്റൊരു സാഹചര്യത്തിൽ ധൃതരാഷ്ട്രർ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു ചില നിബന്ധനകൾ കാരണം മൂത്തവനായിട്ട് കൂടി ധൃതരാഷ്ട്രർക്ക് ഭരണത്തിന് അർഹനല്ലാണ്ടായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി പാണ്ഡുവിലേക്ക് ഭരണം പോയി. പാണ്ഡു നല്ല രീതിക്ക് ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് രാജ്യം ത്യജിച്ച് കാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നു. അറിയാമല്ലോ കഥ. പിന്നെ കാര്യനിർവഹണ രാജാവായി ധൃതരാഷ്ട്രം ഇരിക്കുന്നു. പിന്നീട് ധൃതരാഷ്ട്രക്ക് കുറച്ച് മക്കളുണ്ടായി, പാണ്ഡുവിന് കുറച്ച് മക്കളുണ്ടായി. പാണ്ഡുവിൻ്റെ പുത്രന്മാരെ പാണ്ഡവരെന്നും ധൃതരാഷ്ട്രയുടെ പുത്രന്മാരെ ധാർത്തരാഷ്ട്രന്മാരെന്നും പിന്നീട് കൗരവരെന്നും വിളിച്ചു തുടങ്ങി. ബാക്കിയുള്ള കഥയൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല കേട്ടോ, അറിയാം. ഏകദേശം ഇതേ രീതിക്കാണ് നമ്മുടെ ബാഹുബലിയുടെ കഥയും പോകുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ബാഹുബലി പുള്ളിക്കാരൻ്റെ അച്ഛനാണ് വിക്രമദേവൻ. ഈ വിക്രമദേവൻ്റെ ഫോട്ടോയെ അവിടെ കാണിക്കുന്നുള്ളൂ. പുള്ളിക്കാരനും പ്രവാസിൻ്റെ അതേ ലുക്കാണ്. അപ്പോൾ ഈ വിക്രമദേവനും സിനിമയിൽ നാസറിൻ്റെ കഥാപാത്രമായിട്ടുള്ള പിങ്കളദേവൻ്റെ സഹോദരനാണ്, അനുജനാണ്. പിങ്കളദേവനാണ് സത്യം പറഞ്ഞാൽ മാഹിഷ്മതിയുടെ രാജാവാകേണ്ടിയിരുന്നത്. എന്നാൽ പിങ്കളദേവന് ഒരു അംഗവൈകല്യം ഉള്ളതുകൊണ്ട്, കൈ വയ്യാത്തതുകൊണ്ട്, അംഗവൈകല്യമുള്ളതുകൊണ്ട് തന്നെ സിംഹാസനം നിഷേധിക്കപ്പെട്ടു. എങ്ങനെയാണോ ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണാൻ കഴിയാത്തത് കൊണ്ട് സിംഹാസനം നിഷേധിക്കപ്പെട്ടുവോ, അതുപോലെ നാസറിൻ്റെ കഥാപാത്രമായിട്ടുള്ള പിങ്കളദേവന് അത് നിഷേധിക്കപ്പെട്ടു. അതിൻ്റെ ദേഷ്യം പിങ്കളദേവൻ്റെ ഉള്ളിലിങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ മകനെ അടുത്ത രാജാവ് ഉറപ്പായിട്ടുമാക്കണം എന്ന തീരുമാനവും കുട്ടിക്കാലം മുതലേ പിങ്കളദേവനുണ്ടായിരുന്നു. അപ്പോൾ പിങ്കളദേവന് രാജാവാകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വിക്രമദേവനെ രാജാവാക്കി. എന്നാൽ അകാലത്തിൽ വിക്രമദേവൻ മരണപ്പെടുകയും വിക്രമദേവൻ്റെ ഭാര്യ അമരേന്ദ്ര ബാഹുബലിക്ക് ജന്മം നൽകിയ സമയത്ത് മരണപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെ അമരേന്ദ്ര ബാഹുബലിയെയും നമ്മുടെ രമ്യാകൃഷ്ണൻ്റെ കഥാപാത്രമായിട്ടുള്ള ശിവഗാമി എടുത്തു വളർത്തുകയാണ്. ശിവഗാമി എന്ന് പറയുമ്പോൾ പിങ്കളദേവൻ്റെ വൈഫ്, അറിയാമല്ലോ. ഈ ശിവഗാമിയുടെ സ്വന്തം മോനാണ് പഴുവാൾ ദേവൻ. പിന്നെ അവരെ വളർത്തിക്കൊണ്ടുപോകുന്നു, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി സെറ്റിങ് ആദ്യം തന്നെ പറയേണ്ടിയിരിക്കുന്നു. നാസറിൻ്റെ കഥാപാത്രം 100% ധൃതരാഷ്ട്രയുടെ ഷെയ്ഡുള്ള ഒരാളാണ്. തൻ്റെ മകൻ രാജാവാകണമെന്നുള്ള ആഗ്രഹം, സിംഹാസനം തനിക്ക് നിഷേധിക്കപ്പെട്ടതിൻ്റെ ആ ഒരു ദേഷ്യം, അത് ധൃതരാഷ്ട്ര ഭരണത്തിൽ കയറിയിട്ട് കൂടി പുള്ളിക്കാരനതുണ്ടായിരുന്നു. അതേപോലെ തന്നെ ധൃതരാഷ്ട്രമുള്ളതുപോലെ ഒരു അംഗവൈകല്യം നാസറിൻ്റെ കഥാപാത്രത്തിനുണ്ട്. പക്ഷേ നാസറിന് ആരോഗ്യത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. ഒരു തൂണിൻ്റെ ഒരു ഭാഗം ഒറ്റ കൈ കൊണ്ട് ഇടിച്ച് തെറിപ്പിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഒടുക്കത്തെ ആരോഗ്യമാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണോ ധൃതരാഷ്ട്രർക്ക് നല്ല ബലമുള്ളത്, അതുപോലെ തന്നെ പിങ്കളദേവനും നല്ല ബലമുണ്ടെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അടുത്തത് ബാഹുബലിയിലെ ഏറ്റവും പവർഫുൾ ക്യാരക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള ശിവഗാമി. രമ്യാകൃഷ്ണൻ അനശ്വരമാക്കിയ ശിവഗാമി എന്ന കഥാപാത്രത്തിൽ ഒന്നിൽ കൂടുതൽ കഥാപാത്രങ്ങളെ മഹാഭാരതത്തിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ശിവഗാമിയിൽ നമുക്ക് ഒരേ സമയം ഗാന്ധാരിയെ കാണാൻ കഴിയുന്നുണ്ട്, അതേപോലെ കുന്തിയെ കാണാൻ കഴിയുന്നുണ്ട്, പിന്നെ സാക്ഷാൽ മഹാമയൻ ഭീഷ്മരുടെ ഒരു അംശവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ പറയാം. ശിവഗാമി
വിക്രമദേവൻ മരണപ്പെട്ടതിന് ശേഷം ആ സിംഹാസനത്തിൻ്റെ സംരക്ഷകയായിക്കൊണ്ട് പ്രതിനിധീകരിച്ചുകൊണ്ട് ഭരണം നടത്തി. പിങ്കളദേവന് ഭരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണോ ഭീഷ്മർ ആ സിംഹാസനത്തെ സംരക്ഷിച്ചത്, അതുപോലെ ശിവഗാമി ആ സിംഹാസനത്തെ സംരക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോയി. ഭർത്താവിന് കണ്ണ് കാണാൻ കഴിയാത്തത് കൊണ്ട് ഗാന്ധാരി കണ്ണു മൂടിക്കെട്ടി. എന്നാൽ ഇവിടെ രമ്യാകൃഷ്ണൻ ഗാന്ധാരി ചെയ്തതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. ഭർത്താവിൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വൈകല്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഭർത്താവ് ചെയ്യേണ്ട ധർമ്മം സ്വയം രാജാമാതാവായിട്ട് നിറവേറ്റിക്കൊണ്ടിരുന്നു. അടുത്തത് എങ്ങനെ കുന്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ നകുല സഹദേവന്മാർ കുന്തിയുടെ സ്വന്തം മക്കളല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. മാദ്രിയുടെ മക്കളാണ്. മാദ്രി മരണപ്പെട്ടതിന് ശേഷം കുന്തി നകുല സഹദേവന്മാരെ സ്വന്തം മക്കളെപ്പോലെ വളർത്തി. ജീവിതാവസാനം വരെ കുന്തിയുടെ പുത്രന്മാരായിരുന്നു അവർ. അതുപോലെ തന്നെയാണ് അവർ വളർന്നത്. ഏകദേശം എങ്ങനെയാണോ ബാഹുബലിയെ സ്വന്തം മകനെപ്പോലെ ശിവഗാമി വളർത്തിയത്, അതുപോലെ തന്നെയല്ലേ കുന്തി നകുല സഹദേവന്മാരെയും വളർത്തിയത്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ഒരു കണക്ഷനും വരച്ചു കാണിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ശിവഗാമിയുടെ ഒരു ക്വാളിറ്റി. അടുത്തത് ഈ സിനിമയിലെ മറ്റൊരു പവർഫുൾ കഥാപാത്രം ആരാണ്? കട്ടപ്പ. കട്ടപ്പ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിൽ നമുക്ക് ഭീഷ്മരെയും ദ്രോണരെയും കാണാൻ കഴിയുന്നുണ്ട്. ഭീഷ്മരും ദ്രോണരും മാഹിഷ്മതി സിംഹാസനത്തിൻ്റെ അടിമകളെ പോലെ നിന്നുകൊണ്ട് അവരെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. ഭീഷ്മരെന്ന് പറയുമ്പോൾ അതായിരുന്നു പുള്ളിയുടെ ജീവിതം മുഴുവനും. പുള്ളി ജീവിതത്തിൽ ചെയ്തൊരു തെറ്റും അത് തന്നെയാണ്. ഫുൾ ബ്ലൈൻഡായിട്ട് ആ സിംഹാസനത്തിനെ സംരക്ഷിക്കാൻ നിന്നു. എന്ത് ഭീഷ്മരോട് ആ സിംഹാസനത്തിൻ്റെ ശക്തിയിൽ ചെയ്യാൻ പറഞ്ഞാലും ഭീഷ്മരത് ചെയ്യാൻ ബാധ്യസ്ഥനായിരുന്നു. ഏകദേശം ഇതേ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ബാഹുബലിയെ കട്ടപ്പയ്ക്ക് കൊല്ലേണ്ടി വന്നത്. കട്ടപ്പ പറയുന്നുണ്ട്, സിംഹാസനത്തിൻ്റെ അടിമയാണ് ഞാൻ, അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും എനിക്കതനുസരിച്ചേ മതിയാവുള്ളൂ. പൽവാൾ ദേവനെ ഇഷ്ടമല്ലെങ്കിൽ പോലും ആ കാള പൽവാൾ ദേവനെ കുത്താനായിട്ട് വരുമ്പോഴത്തേക്കും അവിടെ കട്ടപ്പ സ്വന്തം ജീവൻ പണയം വെച്ച് പൽവാൾ ദേവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഭീഷ്മരുടെ പല സമയത്തിലെ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഭീഷ്മർ സിംഹാസനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും. അതുപോലെ തന്നെ കുരുവംശത്തിൻ്റെ ഒരു ഗതി കുറേ കാലം ജീവിച്ചിരുന്ന് മനസ്സിലാക്കി കണ്ട ഒരാളാണ് ഭീഷ്മർ. ഏകദേശം അതുപോലെ തന്നെ മാഹിഷ്മതിയിൽ നടന്ന ആ ഒരു രാജതന്ത്രവും ആ ഒരു പവർ ഡൈനാമിക്സും എല്ലാം നിന്ന് കണ്ട ഒരാൾ, ഒരുപാട് കാലം ജീവിച്ചിരുന്നു കൊണ്ട് കണ്ട ഒരാളായിരുന്നു കട്ടപ്പ. അപ്പം അങ്ങനെ നമുക്ക് ഭീഷ്മരുമായിട്ട് കട്ടപ്പയെ കണക്ട് ചെയ്യാം. ഭീഷ്മർ ഹസ്തിനപുര സിംഹാസനത്തിൻ്റെ അടിമയായിരുന്നുവെങ്കിൽ പോലും ഭീഷ്മരുടെ മനസ്സിലെപ്പോഴും പാണ്ഡവരോടൊരു പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു. ഏകദേശം അതേപോലൊരു വാത്സല്യം ബാഹുബലിയോടും ബാഹുബലിയുടെ മകനോടും ഇദ്ദേഹത്തിന് കട്ടപ്പയ്ക്കുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്തത് എങ്ങനെ നമുക്ക് ദ്രോണാചാര്യരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ദ്രോണാചാര്യരാണ് പാണ്ഡവരെയും കൗരവരെയും ട്രെയിൻ ചെയ്തത് അല്ലേ. അതുപോലെ തന്നെ പൽവാൾ ദേവനെയും ബാഹുബലിയെയും ട്രെയിൻ ചെയ്ത ആൾ കട്ടപ്പ തന്നെയാണെന്ന് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിലൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, കട്ടപ്പ ട്രെയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ സൈന്യം എന്ന് പറയുന്നുണ്ടൊരു ഭാഗത്ത്. അപ്പോൾ അങ്ങനത്തെ സ്പെഷ്യൽ സൈന്യങ്ങൾ ഉറപ്പായും ഭീഷ്മർക്ക് ഉണ്ടാകണം. കാരണം ഭീഷ്മരെ ഭീഷ്മാചാര്യരെന്നും വിളിക്കാറുണ്ട്. അപ്പോൾ കുരുവംശത്തിലുള്ള ശ്രേഷ്ഠരായിട്ടുള്ള ഭീഷ്മർ, കൃപാചാര്യർ, ദ്രോണാചാര്യർ ഇവരെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഒരാളാണ് കട്ടപ്പ എന്ന് വേണേൽ നമുക്ക് പറയാം. അങ്ങനൊരു സിമിലാരിറ്റി വരച്ച് കാട്ടാൻ കഴിയും. പക്ഷേ ഭീഷ്മരും ദ്രോണാചാര്യരും കൃപാചാര്യരും അവസാന സമയം വരെ കൗരവരുടെ പക്ഷം വിട്ടപ്പുറം പോയില്ല. എന്നാൽ കട്ടപ്പ നിശ്ചിത സമയത്ത് ചെയ്യേണ്ട കാര്യം ആ ഒരു സമയമെത്തിയപ്പോൾ സ്ഥലം മാറി ചെയ്തു എന്നൊരു വ്യത്യാസവും കൂടെയുണ്ട്. ഇതിലേറ്റവും ഒരു ഫയറി ക്യാരക്ടർ, അതായത് ആ ഒരു കഥാപാത്രത്തിനെ സ്ക്രീനിൽ കാണിച്ചാൽ മതി, ആ ഒരു അഗ്നിയുടെ പ്രഭാവം ആ ഒരു കഥാപാത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും യജ്ഞസേനയെപ്പോലെ ആ ഒരു കഥാപാത്രത്തിന് ആ ഒരു ഓറയുണ്ടായിരുന്നു. ദേവസേനയെ നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ദേവസേന സാക്ഷാൽ യജ്ഞസേനയായിട്ടുള്ള ദ്രൗപദിയുടെ റെപ്രസെൻറ്റേഷനാണ്. ദ്രൗപദിയുടെ അപമാനത്തെ തുടർന്നാണ് കുരുക്ഷേത്ര യുദ്ധമെന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായതും ഭയാനകമായിട്ടുള്ള ഒരു യുദ്ധമുണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ ദേവസേനയുടെ വരവോടുകൂടിയും ദേവസേന ബാഹുബലിയോട്, അതായത് ബാഹുബലിയെ പൽവാൾ ദേവൻ ഇടയ്ക്ക് സേനാപതി സ്ഥാനത്ത് നിന്ന് മാറ്റി അത് പൽവാൾ ദേവൻ്റെ എറുത്തായിട്ട് കൂടെ നടക്കുന്ന സേതുപതിയെ ഏൽപ്പിച്ചപ്പോഴത്തേക്കും ഇത് കണ്ടിട്ടും അവിടെ ശിവഗാമി മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം വന്ന ദേവസേന പറയുന്നുണ്ട്, എനിക്ക് മാഹിഷ്മതിയുടെ സിംഹാസനം വേണം എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരു വലിയ യുദ്ധത്തിന് തുടക്കം, ആ ഒരു പിവറ്റൽ ടേണിംഗ് പോയിൻ്റ് എന്നുള്ളത് ഈ പറയുന്ന ദേവസേനയ്ക്കുണ്ടായ അപമാനമാണ്. ദേവസേനയെ സ്പർശിക്കാനായിട്ട് സേതുപതി ശ്രമിച്ചപ്പോൾ സേതുപതിയുടെ കൈയൊട്ടി കളയുന്നുണ്ട്.
അതിനുശേഷം തലയും എടുത്ത് കളയുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്താണ് അവിടെ നിന്ന് അടിച്ച് വെളിയിൽ കളയുന്നത്. ഈ ഒരു മാഹിഷ്മതി ഇവരെ രണ്ടുപേരെയും പുറത്തോട്ട് പോകാൻ പറയുന്നത്. ഏകദേശം ദേവസേനയ്ക്കൊരു സദസ്സിൽ വെച്ചൊരു അപമാനം ഉണ്ടായപ്പോൾ പാണ്ഡവർ മിണ്ടാതിരുന്നത് പോലെ അത് ഭീമൻ മാത്രമേ എണീച്ച് സംസാരിച്ചുള്ളൂ. അതേപോലെ ബാഹുബലി അവിടെ ശബ്ദമുയർത്തിയെന്ന് മാത്രമല്ല ആയുധമെടുത്ത് ദേവസേനയെ രക്ഷിക്കുകയും ചെയ്തു. ഏകദേശം അതായിരുന്നു പാണ്ഡവരവിടെ ആ സദസ്സിൽ ചെയ്യേണ്ടിയിരുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാം, മാഹിഷ്മതി. ഈ മാഹിഷ്മതി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അതുപോലെ നമുക്ക് മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. മാഹിഷ്മതി എന്ന് പേരുള്ളൊരു തലസ്ഥാനമുണ്ട്. ആ തലസ്ഥാനം ലോകം മുഴുവനും അടക്കി വാണുകൊണ്ടിരുന്ന കാർത്തവീര്യാർജുനൻ എന്ന് പറയുന്ന അതിശക്തനായിട്ടുള്ള രാജാവിൻ്റെ തലസ്ഥാനമായിരുന്നു മാഹിഷ്മതി. ഈ കാർത്തവീര്യാർജുനനെയാണ് പരശുരാമൻ ഭയാനകമായിട്ടുള്ളൊരു പോരാട്ടത്തിൽ വധിക്കുന്നത്. അതേപോലെ മഹാഭാരതത്തിലും മാഹിഷ്മതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ മാഹിഷ്മതിയെ ആക്രമിച്ചത് സഹദേവനാണ്. സഹദേവൻ മാഹിഷ്മതിയെ ആക്രമിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ രാജാവായിട്ടുള്ള നീലനെ പരാജയപ്പെടുത്തി. അഗ്നിദേവൻ നീലൻ്റെ സൈഡിൽ നിന്ന് പോരാടിയിട്ട് കൂടി സഹദേവൻ തൻ്റെ വൈദികമായിട്ടുള്ള ജ്ഞാനം വെച്ചിട്ട് അദ്ദേഹം അവിടെ അത് യുദ്ധം ജയിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മഹാഭാരതത്തിൽ മാഹിഷ്മതി എന്ന ദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ മാഹിഷ്മതി കറക്റ്റ് ഹസ്തിനപുരമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വീണ്ടും മാഹിഷ്മതിയുടെ ഒരു ആംബിയൻസിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ആനകളുടെ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാഹിഷ്മതിയുടെ ഫ്രണ്ടിൽ തന്നെ 2 വലിയ ആനകളുടെ പ്രതിമയാണുള്ളത്. മാഹിഷ്മതി മുഴുവനും നോക്കിയാൽ മതി ആ സിനിമയിൽ എല്ലായിടത്തും ആനകളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഈ ഹസ്തനപുരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സിറ്റി ഓഫ് എലിഫൻസ് എന്നാണ്. ഇനി അടുത്തത് ഇതിലെ മകൻ ബാഹുബലി. ആരാണ്? മഹേന്ദ്ര ബാഹുബലി. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ചില കാര്യങ്ങളൊന്ന് റീഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഒരു സിനിമ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് നമുക്ക് മഹാഭാരതത്തിൻ്റെ ജനറൽ സ്റ്റോറി ലൈനുമായിട്ട് സിമിലറായിട്ട് തോന്നത്തില്ല. ആ സ്റ്റോറി ലൈനിലൊരു ചേഞ്ച് വരുത്തിയാൽ നമുക്കിത് സിമിലറായിട്ട് തോന്നും. എങ്ങനെയെന്ന് വെച്ചാൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ അല്ലെങ്കിൽ അതിനു മുൻപ് കൗരവർ പാണ്ഡവരെ വധിച്ചാൽ എന്ത് സംഭവിക്കും? കാലങ്ങൾക്ക് ശേഷം അഭിമന്യുവും കടോൽഗജനും കൂടെ പടകൂട്ടി വന്ന് കൗരവരെ മുടിപ്പിക്കാനുള്ള ശ്രമം നടത്തും, ഇല്ലേ? ഉപപാണ്ഡവരൊക്കെ ആയിട്ട് ഒരു വരവുണ്ടാവും അങ്ങനെ സംഭവിച്ചാൽ. ഏകദേശം അങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് നമുക്ക് വേണേൽ പറയാം. എനിക്കങ്ങനെയാണ് ഈ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ ഈ സിനിമ കണ്ട രീതിയാണ്. ഞാൻ കണ്ടപ്പോൾ ഞാൻ മഹാഭാരതത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയപ്പോൾ ഞാൻ എൻജോയ് ചെയ്ത രീതിക്കാണ് പറയുന്നത്, അല്ലാതെ ഇതാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ മഹാഭാരതത്തിൽ കൗരവർ പാണ്ഡവരെ വധിച്ചാൽ അതിനുശേഷം അഭിമന്യുവും കടോൽഗജനും കൂടെ വന്ന് കൗരവരെ നശിപ്പിച്ചതിന് ശേഷം സിംഹാസനം വീണ്ടെടുക്കുന്ന രീതിക്ക് നമുക്ക് ഈ ഒരു ബാഹുബലിയുടെ കഥയെ വേണേൽ പറയാം. അതിനായി നമുക്ക് ഇതിൽ 3 പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള ബാഹുബലി, ഭല്ലാലദേവൻ, അതുപോലെ ശിവ എന്ന് പറയുന്ന മഹേന്ദ്ര ബാഹുബലിയെക്കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് അമരേന്ദ്ര ബാഹുബലിയെക്കുറിച്ച് പറയാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും അമരനായി ആ ഒരു ഓറയോടുകൂടി നിൽക്കുന്നൊരു കഥാപാത്രമാണ് അമരേന്ദ്ര ബാഹുബലി, അല്ലേ? ഈ അമരേന്ദ്ര ബാഹുബലിയിൽ നമുക്ക് 5 പാണ്ഡവരെയും കാണാൻ കഴിയും. ഒന്ന്, അമരേന്ദ്ര ബാഹുബലി എന്ന രാജാവിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് യുധിഷ്ഠിരനെ കാണാൻ കഴിയും. ശാസ്ത്രത്തിൽ അഗ്രഗണ്യ ജ്ഞാനമുള്ള യുധിഷ്ഠിരൻ. എങ്ങനെയാണോ താൻ ഭരിച്ചിരുന്ന ദേശത്ത് ഒരു ദേവതയുടെ സ്റ്റാറ്റസ് യുധിഷ്ഠിരൻ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ അമരേന്ദ്ര ബാഹുബലിക്കും ഉണ്ടായിരുന്നു. ഭരിക്കുന്ന ദേശത്ത് ദേവതയുടെ സ്റ്റാറ്റസോ യുധിഷ്ഠിരന്. പല ആളുകൾക്കും ഇപ്പോൾ തോന്നും, നമുക്ക് മോഡേൺ ഇൻ്റർപ്രിട്ടേഷൻസ് നോക്കുമ്പോഴും അതുപോലെ തന്നെ മോഡേൺ റീറ്റെയിലിംഗ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് യുധിഷ്ഠിരൻ്റെ ആ ഒരു ഓറ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ അയാളൊരു രാജർഷിയായിരുന്നു. ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് അത്രയും ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. സദാ ജനഹിതം മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് യുധിഷ്ഠിരൻ. ഖാണ്ഡവപ്രസ്ഥം കിട്ടിയ നാൾ മുതൽ യുധിഷ്ഠിരൻ ആ നാട് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ മാത്രമായിരുന്നു. ഇപ്പോൾ രാജസൂയത്തിന് മുൻപായി പാണ്ഡവർ യുധിഷ്ഠിരനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ദിഗ്വിജയത്തിന് പോകുന്നുണ്ടല്ലോ. ആ ദിഗ്വിജയത്തിന് പോയപ്പോൾ പല ദേശങ്ങളിലെ രാജാക്കന്മാരും യുധിഷ്ഠിരനെ റെപ്രസെൻ്റ് ചെയ്ത് ഇവർ വന്നേക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ യുദ്ധം പോലും വേണ്ടാതെ യുധിഷ്ഠിരനെ ചക്രവർത്തിയായി അംഗീകരിക്കുന്നുണ്ട്, കപ്പം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് അയാൾക്ക് അത്രയും സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. എന്നുവെച്ചൊരു പാപം എന്നുള്ള രീതിക്കാണ് അയാളെ നോക്കിക്കൊണ്ടിരുന്നത്. വേലത്തരങ്ങളൊന്നും കയ്യിലില്ലായിരുന്നു, ശുദ്ധനായിരുന്നു യുധിഷ്ഠിരൻ. കാട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് കാട്ടിൽ ഇവർ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ ആ ജന്തു സമൂഹത്തിന് പ്രശ്നമുണ്ടാകുമെന്നുള്ള പേരിൽ യുധിഷ്ഠിരന് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ച ഒരാളാണ് യുധിഷ്ഠിരൻ. ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പല കാര്യങ്ങളും യുധിഷ്ഠിരൻ ചെയ്തിട്ടുണ്ട്. ടാക്സ് സിസ്റ്റം റീഡിഫൈൻ ചെയ്തു, പെൻഷൻ സിസ്റ്റം യുധിഷ്ഠിരൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വ്യവസായം, ഇതിനെയൊക്കെ ഒരുപാട് യുധിഷ്ഠിരൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അങ്ങനെയൊക്കെ യുധിഷ്ഠിരൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം അതേപോലെ തന്നെ ബാഹുബലി ഒരു രാജാവെന്നുള്ള നിലയ്ക്ക് ഗ്രൗണ്ട് ലെവലിലെ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു മാഹിഷ്മതിയിൽ നിന്ന് അടിച്ചു വെളിയിൽ കളഞ്ഞ സമയത്ത് ബാഹുബലി ജനങ്ങളുടെ കൂടെ കൂടി അവർക്ക് അവരുടെ ജോലികൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, കൃഷിഭൂമിയിൽ സഹായിക്കുന്നുണ്ട്, അങ്ങനെ ജലസേചനത്തിന് സഹായിക്കുന്നുണ്ട്. അതെല്ലാം യുധിഷ്ഠിരൻ്റെ ആ ഒരു രാജാവ്, ധർമ്മിഷ്ഠനായിട്ടുള്ള രാജാവ് എന്ന ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. പിന്നത് മാത്രമല്ല, ഹസ്തിനപുരത്തിൽ നിന്ന് മാഹിഷ്മതിയിൽ നിന്ന് ശിവഗാമി ബാഹുബലിയെയും ദേവസേനയും പുറത്താക്കിയ സമയത്ത് ജനങ്ങൾ പറയുന്നുണ്ട്, ദൈവം നമ്മുടെ കൂടെ താമസിക്കാൻ വരികയാണ്, നമ്മൾ വിഷമിക്കരുത്, സന്തോഷിക്കണം, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ യുധിഷ്ഠിരൻ ഹസ്തിനപുരത്തിൽ നിന്ന് പുറത്തു പോയ സമയത്ത് ജനങ്ങൾ യുധിഷ്ഠിരനെ പിന്തുടർന്ന് ഒരുപാട് ദൂരം പോകുന്നുണ്ട്. ആദ്യം വാരണാവതത്തിലോട്ട് പോകുന്നുണ്ടല്ലോ, അരക്കില്ലത്തിലോട്ട് പോകുന്നുണ്ടല്ലോ. ആ പോകുന്ന സമയം ഒരുപാട് ജനങ്ങൾ യുധിഷ്ഠിരൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് ആ സ്ഥലത്ത് താമസിക്കാനായിട്ട് പോയപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരരുത്, നിങ്ങൾ ഹസ്തിനപുരത്ത് താമസിക്കേണ്ട ആളുകളാണ്. എനിക്ക് പിതൃതുല്യനായിട്ടുള്ള ധൃതരാഷ്ട്രം ഭരിക്കുന്ന ഭൂമിയിൽ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത് എനിക്ക് നിങ്ങൾ എൻ്റെ കൂടെ വരുന്നതിനെക്കാട്ടിയും സന്തോഷമാണ്. ഈ സെയിം വാക്കൊന്നുമല്ല, പക്ഷേ ഇതിനർത്ഥം വരുന്ന രീതിക്ക് യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, തിരിച്ചു പോകാൻ പറയുന്നുണ്ട് യുധിഷ്ഠിരൻ. അപ്പോൾ ജനങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു പാണ്ഡുപുത്രനായിട്ടുള്ള യുധിഷ്ഠിരനെ. ഏകദേശം ആ ഒരു ഷെയ്ഡ് നമുക്ക് ബാഹുബലിയിൽ കാണാം. പിന്നത് മാത്രമല്ല, ബാഹുബലിയിൽ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ അമരേന്ദ്ര ബാഹുബലിയുടെ കുറി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇനി അടുത്തത് പാണ്ഡവരിലെ മൂന്നാമനായിട്ടുള്ള ധനുർധാരി മഹാരഥി അർജുനൻ ശ്രേഷ്ഠനായിട്ടുള്ള ധനുർധാരിയാണ്. അർജുനൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ വില്ലാളി എന്നാണ് നമുക്ക് ഓർമ്മ വരുന്നത്, അല്ലേ? ഈവൻതോ മറ്റുള്ള ആയുധങ്ങളും പുള്ളിക്ക് വഴങ്ങുമായിരുന്നുവെങ്കിലും വില്ലാളി വീരൻ എന്നാണ് നമ്മൾ പറയുന്നത്. വില്ലാളി വീരൻ അർജുനൻ. പല സ്ഥലങ്ങളിലും ബാഹുബലി വില്ല് ഉപയോഗിച്ചുകൊണ്ട് ഗംഭീരമായി പോരാടുന്നത് നമുക്ക് കാണുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ബാഹുബലിയെ അർജുനനുമായി ഉപമിക്കാം, കണക്ട് ചെയ്യാം. തീർന്നില്ല, ബാഹുബലിയിൽ മാദ്രേയന്മാരായിട്ടുള്ള നകുല സഹദേവന്മാരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ വ്യാസമഹാഭാരതത്തിലേക്ക് പോകുമ്പോൾ നകുല സഹദേവന്മാർ ദ്രോണരുടെ ട്രെയിനിങ്ങിന് വാൾപ്പയറ്റിൽ അഗ്രഗണ്യരായി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പല മോഡേൺ റീടെല്ലിങ്ങിലും നമുക്ക് നകുലൻ വാൾപ്പയറ്റിലും സഹദേവൻ കോടാലി ഉപയോഗിക്കുന്നതിലും എക്സ്പേർട്ടായി എന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ നമുക്ക് ബാഹുബലിയിലും കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണോ നകുല സഹദേവന്മാർ ഒരു നാണയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ആകുന്നത്, എങ്ങനെയാണോ നകുല സഹദേവന്മാർ വലത്തെ കൈയും ഇടത്തെ കൈയും ആകുന്നത്, അതുപോലെ തന്നെ ബാഹുബലി ഒരു കൈയിൽ വാളും മറ്റൊരു കൈയിൽ കോടാലിയും വെച്ച് പോരാടുന്നുണ്ട്. കോടാലി ഉപയോഗിക്കുന്നതിലും വാൾ ഉപയോഗിക്കുന്നതിലും ബാഹുബലി വളരെ എക്സ്പേർട്ടാണ്. ലാസ്റ്റ് ആ ഒരു കാലകേരുമായിട്ടുള്ള പോരാട്ടത്തിൽ അമരേന്ദ്ര ബാഹുബലി ഒരു കയ്യിൽ കോടാലിയും മറ്റൊരു കയ്യിൽ വാളും വെച്ചാണ് പോരാടുന്നത്. ഇടയ്ക്ക് യുധിഷ്ഠിരനെ പോലെ കുന്തവും എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആയുധം വെച്ചിട്ട് നമുക്ക് നകുല സഹദേവന്മാരുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് എന്ന് പറയാം. അതുമാത്രമല്ല, ബാഹുബലിക്ക് ശാസ്ത്രജ്ഞാനം ഒരുപാടാണ്. സഹദേവനാണെങ്കിൽ ഒരുപാട് ജ്ഞാനമുള്ളൊരു പണ്ഡിതനാണ്. അപ്പോൾ ഉറപ്പായിട്ടും സഹദേവനും യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് അറിയായിരിക്കും. എന്നാൽ അതിനെക്കാട്ടിയും കൂടുതൽ സഹദേവന് സ്റ്റേറ്റ്സ്മാൻഷിപ്പ്, അതായത് രാജ്യം ഭരിക്കുന്ന ഒരു മന്ത്രിമുഖ്യനായി നിന്നുകൊണ്ട് രാജ്യം ഭരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും അറിയുന്നത്. ഏകദേശം ഈ കാര്യങ്ങളിൽ ബാഹുബലി എക്സ്പേർട്ടാണെന്ന് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ബുദ്ധിയുടെ കാര്യത്തിൽ സഹദേവനെ സിംബിളൈസ് ചെയ്യുന്നുണ്ട്. അടുത്തത് നകുലൻ കുതിരയോട്ടത്തിൽ മാത്രമല്ല രഥയോട്ടത്തിലും എക്സ്പേർട്ടാണെന്ന് വ്യാസമഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതേപോലെ ബാഹുബലി കുതിരയോട്ടത്തിൽ എക്സ്പേർട്ടാണെന്ന് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പഴ്വാൾ ദേവൻ രഥം ഓടിച്ച് പോരാടുന്ന സമയത്ത് അനായാസമായാണ് ബാഹുബലി കുതിര സൈന്യവും കൊണ്ട് കാലകേയൻ്റെ അടുത്തെത്തുന്നത്. അത് നകുലൻ്റെ ആ ഒരു ക്വാളിറ്റി ബാഹുബലിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പഞ്ചപാണ്ഡവന്മാരിൽ 4 പേരെ ഞാൻ പറഞ്ഞോളൂ. രണ്ടാമനായിട്ടുള്ള ഭീമസേനനെ കുറിച്ച് ഇതുവരെ ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ കാര്യം എന്താണ്? സിമ്പിൾ. ഈ പുള്ളിക്കാരന് ബാഹുബലി എന്ന് പേരിടാനുള്ള കാര്യം എന്താണ്? വളരെ ബലവാനായിട്ടുള്ള 2 ബാഹുക്കൾ, അതായത് 2 ഭുജങ്ങളുള്ളത് കൊണ്ട് ബാഹുബലി എന്ന് പേരിട്ടു. ബലം, ശക്തി. മഹാഭാരതത്തിലെ ബാഹുബലിയും മഹാബലവാനും എല്ലാം ഒരാളാണ് ഭീമസേനൻ, അല്ലേ? കൗരവ പാണ്ഡവന്മാരിലെ മഹാബലൻ ഭീമസേനനാണ്. അപ്പോൾ ബലത്തിൻ്റെ കാര്യത്തിലും ശക്തിയുടെ കാര്യത്തിലും ഡയറക്റ്റ് റിസംബ്ലൻസ് ബാഹുബലി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ്രൗപദി വസ്ത്രാക്ഷേപ സമയത്തിൽ പഞ്ചപാണ്ഡവന്മാർ 5 പേരും ഒരക്ഷരം മിണ്ടാതെ അവിടെ ഇരുന്ന സമയം സദസ്സിൽ ആരൊക്കെയുണ്ട്, തൻ്റെ സ്ഥാനം എന്താണ്, തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്നും ചിന്തിക്കാതെ ചാടി എണീച്ച് ദ്രൗപദിക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങിയതും സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ്റെ കൈ കത്തിച്ചു കളയും. ആ പവിഴ
ആ പകിട തൊട്ട് ആ കൈ ഞാൻ കത്തിച്ചു കളയാൻ പോവുകയാണ് അർജുന എന്ന് പറഞ്ഞതും ഭീമനാണ്. ദ്രൗപദിക്ക് വേണ്ടി അവിടെ സംസാരിച്ചതും എല്ലാം നശിപ്പിച്ചു കളയുമെന്ന് ശപഥം ചെയ്തതും ആദ്യം ഭീമനാണ്. ഭീമൻ്റെ ആ ക്വാളിറ്റി അതേപോലെ മാഹിഷ്മതിയിലെ ആ സദസ്സിൽ വെച്ച് ബാഹുബലി കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് ഭീമൻ്റെ ആ ഒരു ക്വാളിറ്റി ഡയറക്റ്റായിട്ട് റിസംബിൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇങ്ങനെ 5 പാണ്ഡവരുടെ ക്വാളിറ്റിയും ബാഹുബലിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത് ബാഹുബലിയുടെ മകനായിട്ടുള്ള മഹേന്ദ്ര ബാഹുബലി എന്ന ശിവ അപ്പോഴാരാണ്? സാക്ഷാൽ അഭിമന്യുവിനെയും ഘടോൽഗജനെയുമാണ് മഹേന്ദ്ര ബാഹുബലി എന്ന ശിവ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരണം അഭിമന്യുവിൻ്റെ പല പരിപാടികളും പേടിയില്ലാതെ തൻ്റെ പിതാക്കന്മാരിൽ ഭീമൻ്റെ ആ ഒരു എന്താ പറയുക മേലും കീഴും നോക്കാതെ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അഭിമന്യു അതേപോലെ കാണിക്കുന്നുണ്ട്. ഒട്ടും ഭയമില്ലാത്തൊരാളാണ് അഭിമന്യു. ഇവിടെ ശിവ ഒട്ടും ഭയം കാണിക്കുന്നില്ല. താൻ പോരാടാൻ പോകുന്നത് തന്നെക്കാട്ടിയും പോരാട്ടത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യോദ്ധാക്കളാണെന്ന് അറിഞ്ഞിട്ട് കൂടി ധൈര്യത്തോടു കൂടി കയറിപ്പോകുന്ന ഒരാളാണ് ശിവ. താൻ സ്നേഹിക്കുന്നവൾക്ക് വേണ്ടിയിട്ട് അവളുടെ ലക്ഷ്യവും തൻ്റെ ലക്ഷ്യമാണെന്ന് കണ്ടുകൊണ്ട് സ്നേഹത്തിൻ്റെ പുറത്ത്, അഭിമന്യുവും സ്നേഹമാണ് മുന്നിൽ കാണുന്നത്, സ്നേഹവും ധർമ്മവും, ആ സ്നേഹത്തിൻ്റെ പുറത്ത് നേരെ കയറി ചെന്നു കൊടുക്കുന്നത് ശത്രുരാജ്യത്തിൻ്റെ തലസ്ഥാനത്തിനുള്ളിലാണ്. അവിടെ പോയി എന്തെല്ലാം അയാൾ ഒറ്റയ്ക്ക് കാണിച്ചു കൂട്ടുന്നു അല്ലേ? എങ്ങനെയാണോ അഭിമന്യുവും ഘടോൽഗജനും ചെയ്യുന്നത്, ഏകദേശം അതേപോലെ തന്നെ അവിടെ മഹേന്ദ്ര ബാഹുബലി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ദുര്യോധനൻ്റെ മകനായിട്ടുള്ള ലക്ഷ്മണകുമാരൻ്റെ തലയെടുത്ത് ലക്ഷ്മണകുമാരനെ വധിച്ചത് അഭിമന്യുവാണ്. അതുപോലെ തന്നെ പൾവാൾ ദേവൻ്റെ മകനായിട്ടുള്ള ഭദ്രയെ, ആ ഭദ്രനെ വധിച്ചത് മഹേന്ദ്ര ബാഹുബലിയാണ്, അതും തലയെടുത്തുകൊണ്ട്. അടുത്തത് ഭീമൻ്റെ മകനായിട്ടുള്ള ഘടോൽഗജൻ രാക്ഷസനാണല്ലേ, കാട്ടിലാണ് വസിക്കുന്നത്. ഏകദേശം അതേപോലെ തന്നെ കാട്ടിനോട് ഇടചേർന്ന് കാട്ടുവാസികൾ എന്നുള്ള രീതിക്ക് ജീവിക്കുന്ന ഒരു ഗ്രാമത്തിലാണ് മഹേന്ദ്ര ബാഹുബലിയും വളർന്നത്, വളർത്തച്ഛൻ്റെയും വളർത്തമ്മയുടെയും കൂടെ. ആ കാട്ടിലുള്ള ഗ്രാമത്തിലുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഏകദേശം അത് കറക്റ്റ് ഘടോൽഗജനുമായിട്ടുള്ള റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട് ഇല്ലേ? ഇതുപോലെ ഘടോൽഗജനുമായിട്ട് ഒരുപാട് റിസംബ്ലൻസ് മഹേന്ദ്ര ബാഹുബലിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി പൾവാൾ ദേവൻ. പൾവാൾ ദേവനിൽ നമുക്ക് കൗരവരെയും കൂടെ ഒരാളെയും കൂടെ വരയ്ക്കാൻ പറ്റും. എങ്ങനെ പൾവാൾ ദേവനെ നമുക്ക് ദുര്യോധനനും ദുശാസനനുമായിട്ട് വരച്ചു കാണിക്കാൻ പറ്റും? തൻ്റെ അച്ഛൻ അർഹതപ്പെട്ട സിംഹാസനം അച്ഛൻ അംഗവൈകല്യമുള്ളത് കൊണ്ട് പാണ്ഡുവിന് കൊടുത്തു. പാണ്ഡുവിൻ്റെ പുത്രൻ സിംഹാസനത്തിൽ കയറുന്നതിനോട് താല്പര്യമില്ലാതെ തൻ്റെ അച്ഛൻ കാര്യനിർവഹണ രാജാവാണെങ്കിൽ കൂടി ആ സിംഹാസനം തനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന വിചാരത്തിൻ്റെ പുറത്ത് കുട്ടിക്കാലം മുതൽ ആ ഒരു ദ്വേഷം, ആ ഒരു വിദ്വേഷം അതിങ്ങനെ ഉള്ളിൽ കൊണ്ട് നടന്ന ഒരാളാണ് ദുര്യോധനൻ. ആ ഒരു ഈഗോ, ആ ഒരു ദേഷ്യം, അതുതന്നെയാണ് ദുര്യോധനൻ്റെ അന്ത്യത്തിനും കാരണമായത്. ഏകദേശം അതേ സ്വഭാവം നമ്മുടെ പൾവാൾ ദേവനും കാണിക്കുന്നുണ്ട്. പിങ്കളദേവന് അംഗവൈകല്യമുണ്ട്, അതുകൊണ്ട് തന്നെ രാജാവാകാൻ കഴിയാത്തത് കൊണ്ട് വിക്രമദേവൻ രാജാവായി. വിക്രമദേവൻ്റെ മകനായിട്ടുള്ള അമരേന്ദ്ര ബാഹുബലിയെ രാജാവാക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാതെ പണ്ട് മുതലേ അമരേന്ദ്ര ബാഹുബലിയോട് ദേഷ്യം വെച്ച് പുലർത്തിയിരുന്ന ഒരാളായിരുന്നു പൾവാൾ ദേവൻ. ഡയറക്റ്റ് ദുര്യോധനൻ കണക്ഷനാണ്. മറ്റൊന്നും കൂടെയുണ്ട്. ദുര്യോധനൻ്റെ പ്രധാന ആയുധം എന്താണ്? ഗദ. പൾവാൾ ദേവൻ്റെ പ്രധാന ആയുധം എന്താണ്? ഗദ. ഇനി ഇങ്ങനെ ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യവും കൂടെ ഉണ്ട്. പൾവാൾ ദേവൻ ഉണ്ടല്ലോ, പൾവാൾ ദേവൻ കൗരവർ 100 പേരുടെ മാത്രം റെപ്രസെൻറ്റേഷൻ അല്ല, അംഗരാജൻ കർണൻ്റെയും റെപ്രസെൻറ്റേഷനാണ്. പൾവാൾ ദേവനിൽ നമുക്ക് അംഗരാജൻ കർണനെയും കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ, നമ്മുടെ ഒരു ഗംഭീര സീനുണ്ടല്ലോ അതിൽ. പൾവാൾ ദേവൻ ഇങ്ങനെ തൻ്റെ രഥത്തിൽ നിന്നുകൊണ്ട് മഹേന്ദ്ര ബാഹുബലിക്ക് നേരെ കുന്തമെറിയാനായിട്ട് ഇങ്ങനെ ഒങ്ങുന്നു. മഹേന്ദ്ര ബാഹുബലിയാകട്ടെ പൾവാൾ ദേവൻ്റെ രഥത്തിൽ ഇങ്ങനെ ഘടിപ്പിച്ചിരുന്ന ആ ഒരു കാളകൾ, ആ കാളകളുടെ തലയിൽ ചവിട്ടി നിന്നുകൊണ്ട് പൾവാൾ ദേവന് നേരെ കുന്തമെറിയുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് 100% പറയാൻ പറ്റും പൾവാൾ ദേവൻ അവിടെ കർണനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അമരേന്ദ്ര ബാഹുബലിയുടെ മകനായിട്ടുള്ള മഹേന്ദ്ര ബാഹുബലി അവിടെ ഘടോൽഗജനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ കൂടുതൽ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ സിനിമയുടെ സംവിധായകനായിട്ടുള്ള എസ് രാജമൗലി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഗംഭീര സീൻ അദ്ദേഹം ഷൂട്ട് ചെയ്തത് ബാലിയിലുള്ള ഒരു ശില്പം, ഘടോൽഗജനും കർണനും തമ്മിൽ നടക്കുന്ന ആ ഒരു യുദ്ധത്തിൻ്റെ ശില്പം, ആ ശില്പത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണെന്ന് രാജമൗലി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന പൾവാൾ ദേവൻ
കർണനെയും അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതുപോലെ ശിവ എന്ന മഹേന്ദ്ര ബാഹുബലി അഭിമന്യുവിനോടൊപ്പം കടോൽഗജനെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെന്ന്. മറ്റൊരു കാര്യം കൂടെ പറയാം. ബാഹുബലിയുടെ കുറി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാഹുബലിയുടെ കുറിക്കൂട്ടെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ചന്ദ്രക്കലയാണ്. യുധിഷ്ഠിരൻ്റെ കൊടിയും യുധിഷ്ഠിരൻ്റെ കുറിയും ഏകദേശം ചന്ദ്രകലയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം എന്താണ്? യുധിഷ്ഠിരൻ ചന്ദ്രവംശത്തിൻ്റെ രാജാവാണ്. അതുകൊണ്ട് തന്നെ യുധിഷ്ഠിരൻ്റെ കൊടിയിൽ ചന്ദ്രക്കലയാണ്. അതുപോലെ തന്നെ പാണ്ഡവർ മിക്കവാറും അവർ ധരിച്ചിരുന്ന കുറിക്കൂട്ട് ചന്ദ്രക്കല തന്നെയായിരിക്കും. അപ്പോൾ യുധിഷ്ഠിരൻ്റെ കൊടിയിലുണ്ടായിരുന്ന ചന്ദ്രക്കല ബാഹുബലിയുടെ നെറ്റിയിൽ കുറിയായിട്ടുണ്ട്. ചന്ദ്രക്കലയാണ് ബാഹുബലിയുടെ കുറി. പൾവാൾദേവൻ്റെ കുറി എന്താ? ഉദയസൂര്യൻ. ആ ഒരു കുറിക്കൂട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും എവിടെയാണ് കണ്ടിട്ടുള്ളത്? അംഗരാജൻ കർണൻ്റെ കുറി എന്ന് പറയുമ്പോഴത്തേക്ക് ഉദയസൂര്യനാണ്. പൾവാൾദേവനും ബാഹുബലിയും തൊട്ട് അടുത്ത സഹോദരന്മാരാണ്. അതായത് ബാഹുബലിയുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് പൾവാൾദേവൻ. അതുപോലെ യുധിഷ്ഠിരൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് കർണൻ. ഇങ്ങനൊരു ഗംഭീരമായിട്ടുള്ള സിമിലാരിറ്റിയും നമുക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇനി എങ്ങനെ ദുശാസനൻ കണക്ഷനാവും? ദുശാസനനല്ലേ ദ്രൗപതിയെ അപമാനിച്ചത്? പൾവാൾദേവന് വല്ലാത്തൊരു താല്പര്യം ദേവസേനയോടുണ്ടായിരുന്നു. അത്രത്തോളം ദേവസേനയോടുള്ള ഒരു ഭ്രമം, അത് ദുശാസനൻ്റെ ഭ്രാന്തമായിട്ട് ആ സാരി വലിച്ചഴിക്കാനുള്ള ശ്രമവുമായിട്ട് നമുക്ക് പറയാം. ഇനി അടുത്തത്, എങ്ങനെയായിരുന്നു പൾവാൾദേവൻ്റെ അന്ത്യം? മഹേന്ദ്ര ബാഹുബലി തൻ്റെ അച്ഛനായിട്ടുള്ള അമരേന്ദ്ര ബാഹുബലിയുടെ ഉടവാളെടുത്ത് പൾവാൾദേവൻ്റെ അരയ്ക്ക് താഴോട്ട് തുടയിൽ പ്രഹരിച്ചാണ് പൾവാൾദേവനെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയത്. എങ്ങനെയാണോ ഭീമസേനൻ തൻ്റെ ഗത കൊണ്ട് ദുര്യോധനൻ്റെ അരയ്ക്ക് താഴോട്ട് പ്രഹരിച്ച് വീഴ്ത്തിയത്, അതേപോലെ അവിടെ ദുര്യോധനനും പൾവാൾദേവനുമായിട്ട് വീണ്ടും ഒരു കണക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറയാം. ഇതിൽ ബാഹുബലിയുടെ ആയുധം ഒരു സിഗ്നേച്ചർ ആയുധമാണല്ലേ, ആ കുതിരയുടെ തലയുള്ള വാള്. അത് ബാഹുബലിയുടെ ആയുധമാണ്, ബാഹുബലിയുടെ മെയിൻ ആയുധം. അതിന് നമുക്ക് അർജുനൻ്റെ ഗാന്ധീവമയും ഭീമൻ്റെ മയദത്തം എന്ന് പറയുന്ന ഗതയുമായിട്ടും പറയാം. ഭീമന് സ്പെഷ്യൽ ഒരു ഗതയുണ്ട്. ഇതുപോലെ മഹാഭാരതത്തിൻ്റെ ഒരുപാട് കണക്ഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് യുധിഷ്ഠിരനെ ആദ്യം ഹസ്തിനപുരത്തിൻ്റെ യുവരാജാവായിട്ട് പട്ടാഭിഷേകം ചെയ്തത്? ഇവർ മറ്റേ ഗുരുദക്ഷിണ യുദ്ധത്തിൽ പോയി ജയിച്ചതിന് ശേഷമാണ് അല്ലേ? ഈ ഗുരുദക്ഷിണ യുദ്ധം പോലെ തന്നെ അല്ലായിരുന്നോ ഇവർ പഠിച്ചിറങ്ങിയതിനു ശേഷം ആദ്യം ഉണ്ടായ മഹായുദ്ധമായിട്ടുള്ള കാലകേയനുമായിട്ടുള്ള പോരാട്ടം? ആ കാലകേയനുമായിട്ടുള്ള പോരാട്ടത്തിൽ പൾവാൾദേവനാണ് ഈ പുള്ളിക്കാരനെ വധിച്ചെങ്കിലും ഒരു രാജാവിൻ്റെ ക്വാളിറ്റി അതുപോലെ കാണിച്ചത് ബാഹുബലിയാണ് അല്ലേ? അതുപോലെ തന്നെ വിരാട ദേശത്തിൽ കയറിയിട്ട് വിരാടത്തിൽ ഹസ്തിനപുരത്തിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്ന സമയത്ത്, ഇവർ അജ്ഞാതവാസത്തിൽ നിന്ന സമയത്ത് അർജുനൻ ഈ ഒരു കൗരവരെ നേരിടാൻ പോയ സമയത്ത് കൗരവരുടെ കൂടെ വന്ന സൈന്യത്തിനെ ഭീമനും യുധിഷ്ഠിരനും നകുല സഹദേവന്മാരും കൂടെ നേരിടുന്നുണ്ട്. വിരാട ദേശത്തിനെ അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഈ വിരാട ദേശത്തിലുള്ള മകളെയാണ് അഭിമന്യു വിവാഹം ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ കുന്തളദേശം, അതായത് ദേവസേനയുടെ ആ ഒരു ദേശത്തെ ബാഹുബലി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബാഹുബലി അജ്ഞാതവാസമായിരുന്നു അല്ലേ? വേഷം മാറി നിൽക്കുകയായിരുന്നു. ഏകദേശം അജ്ഞാതവാസ സമയത്താണ് പാണ്ഡവർ വിരാടദേശം ഡിഫെൻഡ് ചെയ്തത്. അതുപോലൊരു കണക്ഷൻ വീണ്ടും പറയാം. ഇതൊന്നും കേട്ടൊരു ദൈവത്തെ അടുത്ത് ബാഹുബലി മഹാഭാരതത്തിൻ്റെ കോപ്പി ഇതൊന്നും പറഞ്ഞു കളയരുത്. ഇവിടെയുള്ള ഒട്ടുമിക്ക ഗംഭീര കഥകളൊക്കെ നമ്മൾ എടുത്താലും അവിടെയെല്ലാം മഹാഭാരതം എന്ന് പറയുന്ന ആ ഒരു ഇതിഹാസങ്ങളിലേക്ക് വെച്ച വലിയ ഇതിഹാസത്തിൻ്റെ ചായ്വ് കാണാൻ കഴിയും. കാരണം എല്ലാം മഹാഭാരതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും മഹാഭാരതത്തിനെ 5ാം വേദമായിട്ട് വരെ കണക്കാക്കുന്നുണ്ട്. മഹാഭാരതത്തിൽ രാമായണത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിൻ്റെ ചായ്വ് ഒട്ടുമിക്ക എല്ലാ ഗംഭീര കഥകളിലും സിനിമകളിലും നമുക്ക് കാണാൻ കഴിയും. മമ്മൂക്കയുടെ പ്രജാപതി സിനിമയിൽ വരെ ഉണ്ട് മഹാഭാരതമായിട്ടുള്ളൊരു സിമിലാരിറ്റി. അത് മനസ്സിരുത്തി ഒന്ന് കണ്ടു നോക്കി. പ്രജാപതി സിനിമയിൽ നമുക്ക് മഹാഭാരതമായിട്ടുള്ള കണക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. അതാണ് മഹാഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതിഹാസങ്ങളിലേക്ക് വെച്ച് വലിയ ഇതിഹാസം. അതങ്ങനത്തെ സ്കെയിലിലുള്ളൊരു സംഭവമാണ്. അങ്ങനത്തെ ഒരു ഇതിഹാസം നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമാണ്. അതിൽ നമ്മൾ അഭിമാനിക്കണം അല്ലേ? എല്ലാവരും അതുകൊണ്ട് മഹാഭാരതം വായിക്കണം. മഹാഭാരതത്തിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കി എഴുതിയ പുസ്തകങ്ങൾ വായിക്കണം. അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ പുസ്തകമായിട്ടുള്ള ഭീമായനം എഴുതുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ ബാഹുബലിയുടെ സ്റ്റോറി ലൈനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടെ ബാഹുബലി ദി എപ്പിക് എന്ന സിനിമയെന്ന് കണ്ടുവെക്കുക. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുറച്ചുകൂടി ഒരു എപ്പിക് ഫീല് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ
നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ